വളരെ പെട്ടെന്നുള്ള ഒരു ഫെഫ്കയുടെ ഒരു ഇടപെടൽ, അതിനോടുള്ള ഒരു അഭിമാനത്തോടുകൂടിയുള്ളൊരു നന്ദിയും സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണിയോടും രഞ്ജിയോടും ശിവസാറിനോടും ഒക്കെ ഉള്ളത്. കാരണം അത്രയുള്ളൊരു ശക്തമായൊരു ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചത്. ഒരു സംഘടനാ തലത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം. ഞങ്ങളും അതുതന്നെയായിരുന്നു. സംഘടനകളോടുള്ള ഒരു സമീപനം കൊണ്ടായിരുന്നു ഞങ്ങളും സംഘടന പറയുന്ന തരത്തിൽ സിനിമ അല്ലെങ്കിൽ മറ്റു പ്രദർശനങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. എന്താണേലും മലയാള സിനിമയ്ക്ക് ഒരു ശക്തമായ ഒരു ഇടപെടലുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള കരുത്തുള്ള കരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും വിഷു ആശംസകൾ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം. ഞങ്ങളുടെ തൊഴിൽദാതാക്കൾ, നിർമ്മാതാക്കളുടെ സംഘടന തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ പൊതു താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത്. ആ നിലപാട് ആണ് ഇത്തരത്തിലുള്ളൊരു തർക്കത്തിന് വഴിതിരിച്ചത്. അതിനകത്ത് വേറെ സ്ഥാപിത താല്പര്യങ്ങളില്ല. ഇൻഡസ്ട്രിയുടെ വിശാലമായ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, സംരക്ഷിക്കാനാണ് അവർ ആ നിലപാടെടുത്തത്. അപ്പോൾ അവർക്കും ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനകത്തൊരു ഫലപ്രാപ്തി കിട്ടി എന്നുള്ളതും ഞങ്ങളെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. അവരാ നിലപാടിൽ തന്നെ തുടരുകയും ശേഷിക്കുന്ന 2 സെൻറ്ററുകളിലുള്ള തർക്കം അവരുടെ താല്പര്യങ്ങൾ തെല്ലുപോലും കോംപ്രമൈസ് ചെയ്യാതെ അവർ അത് പരിഹരിക്കുമെന്നുള്ളതും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സിനിമ എന്ന വ്യവസായം അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംഘടനയ്ക്കിടയിൽ നടക്കുന്നത് ഏറ്റവും ശുഭോദർക്കമാണ്. അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അൻവർ എന്തെങ്കിലും പറയൂ. അൻവർ അല്ല, ഇപ്പൊ തർക്കമുള്ളത് 2 സെന്ററിലാണ്. ബാക്കിയുള്ളത് അവര് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയതാണ്. ബാക്കിയുള്ളിടത്തൊക്കെ മലയാള സിനിമ നിർത്തിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. പിന്നുള്ളത് ഈ 2 സെന്ററല്ലേ. അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരും തമ്മിൽ ഒരു കാലാവധി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. 1 ആഴ്ച എന്നാണ് ഞാൻ കേട്ടത്. 1 ആഴ്ചക്കുള്ളിൽ അത് നിരന്തരമായ ചർച്ചകളിലൂടെ അതും പരിഹരിക്കപ്പെടും. അതിനകത്ത് ഫോറമോൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് കൂടുതൽ വ്യക്തത അവർ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തർക്കം, ചെറിയൊരു തർക്കം നിൽക്കുന്നത് കോഴിക്കോട് പ്രോപ്പർട്ടിയാണ്. അതും പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. അതും മാത്രമാണ് പ്രശ്നം. ഈ കാര്യം അതാണ് ഇതിനകത്തെ പ്രശ്നവും അത് തന്നെയാണ്. കാരണം പ്രശ്നം എന്നുള്ളത് 2 സ്ഥലത്താണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ ഉള്ള സ്ക്രീനുകളിൽ മലയാള സിനിമ നിർത്തിവെക്കപ്പെട്ടു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അല്ല, ഇപ്പോൾ ഒരു നഷ്ടപരിഹാരം എന്നുള്ളത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നീണ്ടുകാണെങ്കിലുള്ള സംഗതിയാണല്ലോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട ആളുകളുടെ സ്നേഹവും ഞങ്ങൾ മാനിക്കണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാധാനമുള്ള കാര്യമാണ്. ഏതായാലും ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയ് ഗണേശുമൊക്കെ വിഷുക്കാലത്ത് ആളുകളിലേക്ക് എത്തുന്നു. കൂടുതൽ കരുത്തോടെ ആടുജീവിതവും ആളുകളിലേക്ക് എത്തുന്നു. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. അത് നിങ്ങൾ ഒന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരിപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടല്ലോ. എന്തായാലും അവരാണ് അതിലെ കൂടുതൽ ഉത്തരം പറയാൻ പ്രാപ്തരായിട്ടുള്ളവർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇത് ഇവിടെ അവസാനിക്കുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും PVR ആയിട്ടുള്ള ചർച്ചകളാണ്. അതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ ഒരു എന്താ പറയേണ്ടത്, ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ, അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കേപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പാണ് അവരുടേത്. അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഉയർത്തിയ കോർ ഇഷ്യൂ അതല്ല. VPF എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂ ആണ്. ഞങ്ങളുടെ ഇഷ്യൂ മലയാള സിനിമയാണ്. മലയാള സിനിമ തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനെയാണ് ഞങ്ങൾ കോർ ഇഷ്യൂ ആയിട്ട് അഡ്രസ്സ് ചെയ്തത്. അത് പരിഹരിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. അതെ, അത് അവർ ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അത് അവർ പരിഹരിക്കട്ടെ.
ഇമ്മീഡിയറ്റ് ബാൻ ഇല്ല ഇതിനകത്ത് ബാനില്ല. കാരണം അവരൊരു സ്ട്രാറ്റജിക് ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം അവരുടേത്. ബാക്കിയിടത്ത് ഞങ്ങൾ കളിക്കുന്നില്ല, ഇത് പരിഹരിക്കും. അപ്പോൾ അത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ വികാരം അവർ ഉൾക്കൊണ്ടു, അവരത് ലിഫ്റ്റ് ചെയ്തു. അവർ മറ്റ് വിഷയങ്ങളിലെ ചർച്ച ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കപ്പെടാവുന്നതാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും PVRനും ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണല്ലോ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പരിഹരിക്കപ്പെടും. ഞങ്ങൾ ആ കാര്യത്തിനകത്ത് വലിയ അപ്പോൾ അതിനകത്ത് പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളെ കാണാൻ ഞാൻ വരുന്നതിന് മുമ്പും അദ്ദേഹം PVRന്റെ പ്രൊമോട്ടറെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. എല്ലാ തിയേറ്ററുകളിലും സിനിമ തുടങ്ങിക്കഴിഞ്ഞു, അത് ഓപ്പണായി. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോട് അടുപ്പിച്ചാണ് നിങ്ങളെ കാണുന്നത്. ഏതാണ്ട് 5 മണിക്കൂറിനകം ഞങ്ങൾക്ക് അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താനായി. അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയുന്നില്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് അത് സാധ്യമായി. നിങ്ങളോടും ആ നന്ദിയും സ്നേഹവും പറയും. ഷോ ഓപ്പണായി പറഞ്ഞു, സിബി സാർ പറഞ്ഞു, ഷോ ഓപ്പണായി. ഇത് ബ്ലസ്സി പറയുന്നത് സന്തോഷത്തോടു കൂടി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ മെമ്പേഴ്സാണ്. അതാണ് ഞങ്ങളുടെ ഇതിനകത്തുള്ള പ്രത്യേകത. പിന്നെ ഞങ്ങൾക്ക് അതിനുപരി ഇത് എക്സിക്യൂട്ട് ചെയ്ത ഇത് ആരുടെ സൃഷ്ടിയാണ്? ഇതിനകത്ത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സാണ്, എഴുതിയവർ ഞങ്ങളുടെ മെമ്പേഴ്സാണ്. അപ്പോൾ അവർ പണം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ സിനിമ ചെയ്യുന്നത്. ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത്. അവർക്ക് ഈ വിഷുക്കാലത്ത് അവരുടെ പാടുപെട്ടുണ്ടാക്കിയ സിനിമ ആളുകളിലേക്ക് എത്തുന്നു, ആളുകളെ ആഹ്ലാദിപ്പിക്കാൻ കഴിയും എന്ന് അവർക്ക് തോന്നലിലാണല്ലോ അവരുടെ വിഷു എന്ന് പറയുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. പരിഹരിക്കും, യാതൊരു സംശയമില്ല.